ഇന്ന് രാഗി സേമിയ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 4-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പച്ചവെള്ളത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് ആവശ്യത്തിനുള്ള സേമിയ ഇട്ട് കൊടുക്കാം. കുത്തി നിറച്ച് വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ വെന്ത് വരുമ്പോൾ കുറച്ചൊരു കട്ട പിടിച്ച പോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറി വന്നാൽ മതി. പുട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഈ പുട്ടിൽ കുറച്ചധികം തേങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയിട്ടും അല്ലെങ്കിൽ പഴം കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. രാഗിയാണെന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് കരുതണ്ട, അടിപൊളിയാണ്. ട്രൈ ചെയ്യണേ.